എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും മനോവ്യസനത്തോടെ ഇരിക്കുകയാണെങ്കിൽ, ആ കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ കർത്താവ് അതിനെ മാനിക്കും, കർത്താവ് അതിന് ഉത്തരം തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിരന്തരം നമ്മൾ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, നിരന്തരം നമ്മൾ അതിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹത്തെ മാനിച്ച് നമുക്കെല്ലാം നന്മകളും തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന രക്ഷകന്റെ വരവ് കാത്തിരിക്കുന്ന ഹന്നയാണ്. ലൂക്കോസ് 2-ാം അധ്യായം 36 മുതൽ 38 വരെ ഉള്ള ഭാഗങ്ങളിൽ മാത്രം പരാമർശിച്ചിട്ടുള്ള ഹന്നയെ കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരാണ് ഈ ഹന്ന പ്രവാചകി? നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകും. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഈ ഹന്നയെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ ഒരു പ്രവാചകിയായി യേശുവിന്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഹന്ന. ഹന്ന അശേർ ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു. ഹന്ന എന്ന വാക്കിന്റെ അർത്ഥം കൃപ എന്നാണ്. അശേർ ഗോത്രത്തിൽ നിന്നുള്ളവളാണ് എന്ന് പറയുമ്പോൾ അവളൊരു ഇസ്രായേൽക്കാരി ആയിരുന്നു എന്നൊരു നിഗമനവും ഉണ്ട്. അത് മാത്രമല്ല, അവൾക്ക് 100-ലധികം വയസ്സ് പ്രായമുള്ളവരും ആയിരുന്നു. ഹന്ന ആ കാലത്തിന്റെ രീതി അനുസരിച്ച് 15 വയസ്സിൽ വിവാഹിതയായി 7 സംവത്സരം ഭർത്താവിനൊപ്പവും 84 സംവത്സരം വിധവയായുമായി നാം കാണുന്നു. ഹന്നയെക്കുറിച്ച് വേദപുസ്തകത്തിൽ കൂടുതലൊന്നും കാണുന്നില്ല. പക്ഷേ ശിമയോനെ പോലെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ വളരെ കാലം കാത്തിരുന്നവളായിരുന്നു ഹന്ന പ്രവാചകി. ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തെ ആരാധിച്ചു പോരുന്നവളായിരുന്നു. ആ കാലത്ത് യേശുവിനെ 8 ദിവസം പ്രായമുള്ളപ്പോൾ അവന്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് ഹന്ന പ്രവാചിക്ക് താൻ ദീർഘകാലമായി കാത്തിരുന്ന രക്ഷകനെ കാണുവാനും സ്തുതിക്കുവാനും സാധിച്ചു. ഹന്നയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ: ഒന്നാമതായി, ആരുമല്ലെന്ന് ലോകം കരുതുന്ന ആളുകളെ ഉപയോഗിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു. ഹന്ന ഒരു പ്രവാചകിയായി അംഗീകരിക്കപ്പെട്ടിരുന്നു. അത് തന്നെ മതി മറ്റുള്ളവർ അവളെ ആകർഷിക്കുക. ഹന്ന ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിൽ നിന്നുള്ള സന്ദേശം സാധാരണമായിരുന്നില്ല. എന്നാൽ ഒരു സ്ത്രീയിലൂടെ ദൈവിക പ്രവചനം വരുന്നത് അപൂർവമായിരുന്നു. അവളുടെ പിതാവായ ഫെനുവേലിന്റെ പേരും അവൾ അശേർ ഗോത്രത്തിൽ നിന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാസകാലത്ത് നഷ്ടപ്പെട്ട വടക്കൻ ഗോത്രത്തിൽ ഒരു ഗോത്രമായിരുന്നു അശേർ ഗോത്രം. ഹന്ന അവളുടെ വംശത്തിന്റെ രേഖ സൂക്ഷിച്ചിരുന്നു. ഇസ്രായേൽ വടക്കു ഗോത്രത്തിലെ പാദം നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവം അവരെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കിയില്ല. ഹന്നയെ ഒരു പക്ഷേ ആ കാലത്ത് ആളുകൾ അത്ര പ്രാധാന്യമുള്ളവരായി കണ്ടില്ല. എങ്കിലും ദൈവം അവളെ കണ്ടു, അവളെ ഉയർത്തി. അവളുടെ പേരും വേദപുസ്തകത്തിൽ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. വീണ്ടെടുപ്പുകാരനെ കാത്തിരുന്നവൾ രക്ഷകനെ ദർശിക്കുവാൻ ഭാഗ്യവുമുണ്ടായി. അത് അവൾ എല്ലാവരോടും പറയുകയും ചെയ്തു. പക്ഷേ പറയുകയും ചെയ്തു, ആരുമല്ലെന്നും നിസ്സാരരാണെന്നും ലോകം പറയും. പക്ഷേ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കുന്നത് പോലെ ദൈവം തന്നെ ഉപയോഗിച്ചു. അതിൽ ദൈവം സന്തോഷിക്കുകയും ചെയ്തു. രണ്ടാമതായി നാം കാണുന്നത്, പ്രായം ദൈവത്തിന് ഒരു പ്രശ്നമല്ല. വിധവകൾക്ക് യാതൊരു പിന്തുണയും ഇല്ലാതിരുന്ന കാലത്ത് ഹന്ന തന്റെ 84 വയസ്സ് വരെ ഹന്ന വിധവ ആയിരുന്നു. ഹന്നയ്ക്ക് കുട്ടികളുള്ളതായി പറയുന്നില്ല. പക്ഷേ അവൾ ലോകത്തിൽ തനിച്ചായിരിക്കും താമസിച്ചത്. മറ്റൊരിടവും ഇല്ലാത്തതിനാലായിരിക്കും അവൾ ദേവാലയത്തിൽ താമസിച്ചത്. അവൾ വാർദ്ധക്യത്തിലും എല്ലാ ദിവസവും
ദൈവത്തെ സ്നേഹിച്ചും ബഹുമാനിച്ചും വീണ്ടെടുപ്പുകാരനെ കുറിച്ചും രക്ഷകനെ കുറിച്ചും ലോകത്തോട് പറഞ്ഞു. അതിലൂടെ അവളുടെ വർഷങ്ങൾ മികച്ചതായിരുന്നു. പ്രായം ദൈവത്തിന് പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ. ഏത് പ്രായക്കാരെയും ദൈവം തന്റെ പദ്ധതിക്കായി ഉപയോഗിക്കുന്നു. നമ്മുടെ ഓരോ പ്രായത്തിലും ലഭിക്കുന്ന അറിവിലൂടെ ജീവിതാനുഭവത്തിലൂടെ അനേകരെ ദൈവത്തിലേക്ക് ആക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവും നമ്മൾ വ്യാപരിച്ച് അത് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. വേദപുസ്തകത്തിൽ നാം പരിശോധിച്ചാൽ വിവിധ പ്രായത്തിലുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നാം നമ്മുടെ ജീവിതത്തെ ചെറുതായി കാണാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയോടെ നിറവേറ്റുവാൻ കർത്താവ് ഇടയാക്കട്ടെ. മൂന്നാമതായി നാം കാണുന്നത് ഹന്ന സ്ഥിരോത്സാഹിയായ ഒരു സ്ത്രീയായിരുന്നു. ഹന്ന കഷ്ടങ്ങൾ നിന്ദകൾ ഏറെ സഹിച്ചു. അവയ്ക്കിടയിലും കർത്താവിനെ അവൾ സ്നേഹിച്ചു. ഹന്ന ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തില്ല. കർത്താവിന്റെ ശുശ്രൂഷകളിൽ നിന്നും പിന്മാറുന്നതായും നാം കാണുന്നില്ല. വാർദ്ധക്യത്തിലും കർത്താവിനെ ആരാധിക്കുവാനും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാനും സ്ഥിരോത്സാഹിയായിരുന്നു. ഹന്ന രാവും പകലും പ്രാർത്ഥിക്കുന്നതിലൂടെ സ്ഥിരത കാണിച്ചു. ദീർഘകാലമായി കാത്തിരിക്കുന്ന മശീഹയെ അംഗീകരിച്ചു. ആ സന്തോഷം ഉള്ളിൽ വയ്ക്കാതെ മറ്റുള്ളവരോടൊക്കെ പങ്കുവെക്കുന്ന ഒരു പ്രവാചകനെയാണ് നാം കാണുന്നത്. റോമർ 12:11 നാം ഇങ്ങനെ വായിക്കുന്നു: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവളായി കർത്താവിനെ സേവിക്കും. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവളായിരുന്നു, ആത്മാവിൽ എരിവുള്ളവളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റിലും അനേക രോഗികളുണ്ട്. ഒന്നിനും തൃപ്തി നേടുവാൻ കഴിയാത്തവരുണ്ട്. മനസ്സമാധാനം കണ്ടെത്തുവാൻ കഴിയാത്തവരുണ്ട്. എന്നാൽ നമുക്ക് ഒരു കടമയുണ്ട്. ഈ